Dear students, welcome back to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെഡ് ഹ്യൂസിൻ്റെ വളരെ പ്രശസ്തനായ ബ്രിട്ടീഷ് പോയറ്റ് 20th സെഞ്ച്വറിയിലെ അതിപ്രശസ്തനായ പോയറ്റ്സിൽ ഒരാളായ ടെഡ് ഹ്യൂസിൻ്റെ ദ തോട്ട് ഫോക്സ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ തന്നെ ഗംഭീരമായ വളരെ പ്രശസ്തമായൊരു കവിതയാണ് തോട്ട് ഫോക്സ്. ചിന്തയിലെ കുറുക്കൻ, അല്ലെങ്കിൽ ചിന്തയെ ഒരു കുറുക്കൻ്റെ ചലനങ്ങളുമായി, ഫോക്സിൻ്റെ ചലനങ്ങളുമായി താരതമ്യപ്പെടുത്തുന്ന, ഒരു ഫോക്സിനെ പോലെ പമ്മി എത്തുന്ന ചിന്തകളെ കവിതകളാക്കി മാറ്റുന്ന കാവ്യരചനയുടെ രഹസ്യത്തെക്കുറിച്ച് പറയുന്ന അതിഗംഭീരമായൊരു കവിത. അപ്പോൾ എന്താണ് കവിതയെ മൊത്തത്തിലെടുക്കുമ്പോൾ ഈ കവിത കാവ്യരചനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് ആകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആകുന്നു. അതേസമയത്ത് അദ്ദേഹം അവതരിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ വളരെ ശ്രദ്ധേയമായ മൃഗങ്ങളുടെ മൈന്യൂട്ടായ ചില ചലനങ്ങൾ, അതിൻ്റെ പ്രത്യേകതകളെ അതിഗംഭീരമായി അവതരിപ്പിക്കുന്ന ആ സ്റ്റൈൽ ഈ കവിതയിൽ കാണുകയും ചെയ്യാം. അപ്പോൾ ടെഡ് ഹ്യൂസിൻ്റെ പെർട്ടിക്കുലറായ പ്രത്യേകതയും കവി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കാവ്യരചനയെക്കുറിച്ചുള്ള കാവ്യചോദനയെക്കുറിച്ചുള്ള അഭിപ്രായവും രണ്ടും ഒരുമിച്ച് പറയുന്ന ഒരു ഗംഭീരമായ രചനയാണ് ദ തോട്ട് ഫോക്സ്. നമുക്കിത് ലൈൻ ബൈ ലൈനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ആൻസർ: I imagine this midnight moment's forest, something else is alive. Beside the clock's loneliness and this blank page where my fingers move. ഫസ്റ്റ് സ്റ്റാൻസിൽ അദ്ദേഹം ആ ബാക്ക്ഗ്രൗണ്ട് കഥ പറയാൻ തുടങ്ങുകയാണ്. ഐ ഇമാജിൻ ദിസ് മിഡ് നൈറ്റ് മൊമെൻറ്റ്സ് ഫോറസ്റ്റ്. ഈ അർദ്ധരാത്രിയിലെ ഈ നിമിഷത്തിലെ കാടിനെ ഞാൻ എൻ്റെ ഭാവനയിൽ കാണുകയാണ്. സംതിങ് എൽസ് ഇസ് അലൈവ്. എന്താ അങ്ങനെ കാണാൻ കാര്യം? സംതിങ് എൽസ് ഇസ് അലൈവ്, മറ്റെന്തോ ജീവനുള്ളതായി തുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാനല്ലാതെ, ഞാൻ ഉണർന്നിരിക്കുകയാണ്, അല്ലേ? ഞാൻ ഈ അർദ്ധരാവിൽ ഉണർന്നിരിക്കുകയാണ്. എനിക്ക് പുറമെ മറ്റെന്തോ ഒന്നുകൂടി ജീവനുള്ളതായി അരികിലുണ്ട്. ബിസൈഡ് ദ ക്ലോക്ക്സ് ലോൺലിനെസ്, ഈ ഘടികാരത്തിൻ്റെ ഏകാന്തതയ്ക്കരികെ. ഘടികാരത്തിൻ്റെ ഏകാന്തത എന്ന് പറഞ്ഞാൽ ഘടികാരത്തിൻ്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ലാത്ത നിശബ്ദത, അല്ലേ? അപ്പോൾ അതാണ് ഘടികാരത്തിൻ്റെ ഏകാന്തത. ആൻഡ് ദിസ് ബ്ലാങ്ക് പേജ്, പിന്നെയോ ഈ ബ്ലാങ്ക് പേജിനരികെ വേർ മൈ ഫിംഗേഴ്സ് മൂവ്, എൻ്റെ വിരലുകൾ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബ്ലാങ്ക് പേജിനരികെ. അപ്പോൾ ഞാൻ ഈ അർദ്ധരാത്രിയിൽ ഒരു ബ്ലാങ്ക് പേജുമായിട്ടിരിക്കുകയാണ്. ഒന്നും എഴുതിയിട്ടില്ല, കവി ഒന്നും എഴുതിയിട്ടില്ല. ഈ നിമിഷത്തിലെ കാനനം, ഫോറസ്റ്റ് എങ്ങനെയായിരിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ഇങ്ങനെ വരികയാണ്. നിശബ്ദമാണ് ചുറ്റുപാട് എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അദ്ദേഹം ഫസ്റ്റ് സ്റ്റാൻസയിൽ സെറ്റ് ചെയ്യുന്നത്. പിന്നെയും പറയുന്നു നെക്സ്റ്റ് സ്റ്റാൻസയിൽ: ത്രൂ ദ വിൻഡോ ഐ സീ നോ സ്റ്റാർ. ജനലിലൂടെ, കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കവേ എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഐ സീ നോ സ്റ്റാർ, നക്ഷത്രങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. സംതിങ് മോർ നിയർ, പക്ഷേ അതിനേക്കാൾ അടുത്ത് മറ്റെന്തോ ഒന്നുണ്ടല്ലോ. അപ്പോൾ സ്റ്റാർസിനെ കാണാൻ കഴിഞ്ഞില്ല, മറ്റെന്തോ ഒന്ന് അദ്ദേഹം ജനലിലൂടെ കാണുകയാണ്. അതെന്താ? നെക്സ്റ്റ് ലൈൻസിൽ കാണാം: ദോ ഡീപ്പർ വിത്തിൻ ഡാർക്ക്നെസ് ഈസ് എൻറ്ററിങ് ദ ലോൺലിനെസ്. ഇത്രയും ഡീപ്പായ ഈ ഡാർക്ക്നെസ്സിനോടൊപ്പം ലോൺലിനെസ് കൂടി പ്രവേശിക്കുന്നു. അപ്പോൾ ഇരുട്ടും ഏകാന്തതയും, ആ സിറ്റുവേഷൻ്റെ അദ്ദേഹം ഇരിക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ട്, അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. ഇരുട്ടാണ്, പുറത്ത് നോക്കിയപ്പോൾ ഏകാന്തമാണ്, ക്ലോക്കിൻ്റെ ശബ്ദമല്ലാതെ അന്തരീക്ഷം നിശബ്ദമാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം മറ്റൊരു ജീവിയെക്കുറിച്ച്, അരികിൽ ജീവനോടെ തുടിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ജീവിയെ അദ്ദേഹം മനസ്സിലാക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റാൻസയിൽ: കോൾഡ് ഡെലിക്കേറ്റ്ലി ആസ് ദ ഡാർക്ക് സ്നോ, എ ഫോക്സ് നോ സ്ട്രെച്ചസ് twig leaf to I serve a movement that now and decay, now and now and now, called delicately as the dark snow. ഇരുട്ട് നിറഞ്ഞ സ്നോയെപ്പോലെ. എന്താ ഇരുട്ടും സ്നോയും തമ്മിൽ ബന്ധം? ഇരുട്ടാണ്, അർദ്ധരാത്രിയിലാണല്ലോ. ആ ഇരുട്ടിനെയും പിന്നെ സ്നോയെയും കുറിച്ച് പറയാണ്. ആ ഡാർക്ക് സ്നോയിൽ ഡാർക്ക് സ്നോ പോലെ ഡെലിക്കേറ്റായ, കോൾഡ് തണുത്തുറഞ്ഞ, എന്താണ്? എ ഫോക്സ് നോസ് ടച്ചസ് ട്വിഗ്. ഒരു ഫോക്സ് കുതിച്ചു വരുന്നു എന്നല്ല അദ്ദേഹം പറയുന്നത്. എ ഫോക്സ് നോസ് ടച്ചസ് ട്വിഗ് ലീഫ്. ഒരു ഫോക്സിൻ്റെ വായുടെ മുൻഭാഗം, മൂക്ക്, അങ്ങനെ പറയാൻ കാരണം അവർ ടച്ച് ചെയ്യുന്ന, ഫോക്സിനെ പോലുള്ള ജീവികൾ ടച്ച് ചെയ്യുമ്പോൾ ആദ്യം തട്ടുന്നത് ആ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ടാണ് മൂക്കെന്ന് പറയുന്നത്. നോസ് ടച്ചസ് ട്വിഗ് ലീഫ്, ചുള്ളിക്കമ്പുകളെ ടച്ച് ചെയ്യുന്നു, ലീഫ് ഇലകളെ. ടു ഐസ് സെർവ് എ മൊമെൻറ്റ്,
ഒരു നിമിഷത്തേക്ക് അതിൻ്റെ 2 കണ്ണുകൾ പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ അത് നിരീക്ഷിക്കുന്നു, ചുറ്റും നിരീക്ഷിക്കുന്നു. ദാറ്റ് നൗ, അതാ ഇപ്പോൾ, ആൻഡ് അഗെയിൻ നൗ, വീണ്ടും, ആൻഡ് നൗ, ആൻഡ് നൗ. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഇത് നേരിട്ട് കാണുകയാണോ അതോ അദ്ദേഹം ഇമാജിനേഷനിൽ മാത്രമാണോ കാണുന്നത് എന്ന് വ്യക്തമല്ല. ഫസ്റ്റ് ലൈനിൽ പറയുന്നത് അനുസരിച്ച് ആ ഇമാജിൻ എന്നാണ്. അതേസമയം ഇദ്ദേഹം ഏകാന്തതയും ഇരുട്ടും പറയുമ്പോൾ ഇദ്ദേഹം കാടിനടുത്തുള്ള ഒരു കൊച്ചു വീട്ടിലാണോ ഇരിക്കുന്നത് എന്നും കൃത്യമായി പറയുന്നില്ല. ഏതായാലും ഒന്നുകിൽ ഇദ്ദേഹം നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ഇദ്ദേഹം ആ നിമിഷത്തിലെ കാട്ടിൽ സഞ്ചരിക്കുന്ന ചെറുതായി അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോക്സിനെ പറയുകയാണ്. The next stanza sets neat prints into the snow between trees and barely a lame shadow lags by stem and in hollow of a body that is bold to come. Sets neat prints into snow. വളരെ നീറ്റായ പ്രിൻ്റുകൾ ഉണ്ടാക്കുന്നു. എവിടെ? ഇൻ ടു ദ സ്നോ ബിറ്റ്വീൻ ട്രീസ്, ആ മരങ്ങൾക്കിടയിൽ ഉള്ള ആ സ്നോയിൽ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ ഫോക്സ് നടക്കുന്നത് മരങ്ങൾക്കിടയിലെ സ്നോയിലൂടെയാണ്, മഞ്ഞ് പുതഞ്ഞു കിടക്കുന്ന ആ നിലത്തുകൂടെയാണ്. അപ്പോൾ ഈ കുറുക്കൻ്റെ ചലനങ്ങളിൽ അതിൽ പതിയുന്ന, ആ സ്നോയിൽ പതിയുന്ന പ്രിൻ്റുകളെ ഇദ്ദേഹം കാണുകയാണ് ഭാവനയിൽ. അതാണ് ഇദ്ദേഹത്തിൻ്റെ കവിതയുടെ ഒരു പ്രത്യേകൻ. വാലി എ ലെയിം ഷാഡോ ലാഗ്സ് ബൈ സ്റ്റം ആൻഡ് ഇൻ ഹോളോ. പിന്നെയോ ഇരുട്ടിൽ ഈ ഫോക്സിൻ്റെ ഒരു നിഴൽ അവൻ്റെ കൂടെ തന്നെ വളരെ പതിയെ ജാഗ്രതയോടെ വരുന്നത് പോലെയുണ്ട്. എ ലെയിം ഷാഡോ ലാഗ്സ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ലെയിം എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശം ഒരു മുറിവേറ്റ ഒരു ഷാഡോക്ക് മുറിവേറ്റതുപോലെയുണ്ട്. അതെന്താ? ലാഗ്സ്, ഭയങ്കര തങ്ങി നിൽക്കുന്നു, ലാഗ് ചെയ്തിട്ടാണ് വരുന്നത്. ബൈ സ്റ്റംപ് ആൻഡ് ഇൻ ഹോളോ, സ്റ്റെമ്പുകളിലും ഹോളോകളിലും. അപ്പോൾ സ്റ്റെമ്പ് എന്ന് വെച്ചാൽ മരത്തിൻ്റെ കുറ്റികൾ, മരത്തിൻ്റെ കഷ്ണങ്ങൾ. ആൻഡ് ഇൻ ഹോളോ എന്ന് വെച്ചാൽ ചില താഴ്ന്ന അപ്പോൾ താഴ്ന്ന പ്രദേശം എന്ന് വെച്ചാൽ നമുക്ക് വലിയ താഴ്ന്ന പ്രദേശമല്ല, ചെറിയ ചെറിയ കുഴികളുണ്ടാവുമല്ലോ, താഴ്ചയുള്ള ചെറിയ ചെറിയ. അപ്പോൾ കാട്ടിലെ വഴികളിൽ മരക്കുറ്റികൾ ഉണ്ടാകും. അപ്പോൾ ഉയർന്നു നിൽക്കുന്ന സംഭവമാണ് മരക്കുറ്റി. അതുപോലെ താഴ്ന്നു നിൽക്കുന്ന ചെറിയ ഹോളോ ആയിട്ട് നിൽക്കുന്ന ഏരിയകൾ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഒരു ഫോക്സിൻ്റെ ഒറ്റ നിഴൽ തന്നെ കുറച്ച് ഭാഗം ഈ മരക്കുറ്റിയിലും കുറച്ച് ഭാഗം ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന ഭാഗത്തുമാകുമ്പോൾ നിഴൽ ഇങ്ങനെ ഒടിഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ടാവും അല്ലേ? മുറിവ് പറ്റിയ നിഴൽ എന്നാണ് ആ ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത്. വളരെ വളരെ മൈന്യൂട്ടായ ആശയം വളരെ കാവ്യമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നു. രാത്രിയിലെ ഈ നിഴൽ ഹോളോയിലും സ്റ്റെമ്പിലും കൂടെ പടർന്നു കിടക്കുന്നത് മുറിവേറ്റവനെ പോലെയാണ് ആ നിഴൽ എന്ന് പറയുകയാണ്. ഓഫ് എ ബോഡി, എന്തിൻ്റെ? ഓഫ് എ ബോഡി ദാറ്റ് ഈസ് ബോൾഡ് ടു കം. വളരെ ബോൾഡാണ് ഫോക്സിൻ്റെ ബോഡി. അത്രയും ബോൾഡായ ആ ഫോക്സിൻ്റെ ബോഡിയുടെ നിഴലാണ് ഇങ്ങനെ ഈ മുറിവേറ്റതുപോലെ ലാഗ് ചെയ്ത് പിന്നിൽ പമ്മി വരുന്നത്. അപ്പോൾ ഫോക്സിൻ്റെ സഞ്ചാരത്തിനനുസരിച്ച്, അപ്പോൾ ഫോക്സിൻ്റെ നിഴൽ ഇങ്ങനെ ജാഗ്രതയോടെയാണ് വരുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകുന്നു? ഫോക്സും വരുന്നത് അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാകുന്നു അല്ലേ? ഫോക്സാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇദ്ദേഹം വിശേഷണം കൊടുക്കുന്നത് ആർക്കാണ്? നിഴലിനാണ്. ഓക്കെ. എക്രോസ് ക്ലിയറിങ്ങിലൂടെ, ക്ലിയറിംഗ് എന്ന് വെച്ചാൽ ഇടതിങ്ങിയ കാടില്ലാത്ത ഏരിയ. ആൻഡ് എ വൈഡനിങ് ഡീപ്പനിങ് ഗ്രീൻനെസ് ബ്രില്യൻ്റ്ലി കോൺസെൻട്രേറ്റീവ്ലി കമ്മിങ് അബൌട്ട് ഇറ്റ്സ് ഓൺ ബിസിനസ്. ഈ ഫോക്സിൻ്റെ കണ്ണിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. 4 വരിയാണ് കണ്ണിനെക്കുറിച്ച് പറയുന്നത്. എ വൈഡനിങ് ഡീപ്പനിങ് ഗ്രീൻനെസ്. അദ്ദേഹം ആ ഇരുട്ടിൽ ഈ ഫോക്സിൻ്റെ കണ്ണുകൾ പച്ച നിറമായി തിളങ്ങി കാണുന്നുണ്ട്. ആ ഗ്രീൻനെസ്സിനെ ഡീപ്പനിങ് ഗ്രീൻനെസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വൈഡനിങ്, കണ്ണുകൾ വിടർന്നു നിൽക്കുന്നു. ബ്രില്യൻ്റ്ലി കോൺസെൻട്രേറ്റ്, വളരെ ബ്രില്യൻ്റായിട്ട്, വളരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, വളരെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്യുന്നത് എന്താണ്? ആ കണ്ണ് കമ്മിങ് എബൌട്ട് ഇറ്റ്സ് ഓൺ ബിസിനസ്, അത് അതിൻ്റെ ബിസിനസ് അങ്ങനെ ചെയ്തുകൊണ്ടുവരുന്നു. എന്താണ് കണ്ണിൻ്റെ ബിസിനസ്? നിരീക്ഷിക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഈ ഫോക്സ് ചുറ്റും നിരീക്ഷിച്ചുകൊണ്ട്, അത് തീവ്രമായി ജാഗ്രതയോടെ നിരീക്ഷിച്ചുകൊണ്ട് വളരെ പതിയെയാണ് വരുന്നത്. ആ ഒരു സിറ്റുവേഷൻ അതിൻ്റെ ആ ഫോക്സ് നടക്കുമ്പോഴുണ്ടാകുന്ന, അത് എന്തിലെങ്കിലും മണക്കുമ്പോഴുണ്ടാകുന്ന പ്രിൻ്റുകൾ വരെ, അതിൻ്റെ നിഴൽ കുറ്റികളിലും കുഴികളിലും ചാഞ്ഞു മുറിവേറ്റതുപോലെ വരുന്ന ആ സിറ്റുവേഷൻ വരെ കവി വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് കവി പറഞ്ഞു വരുന്നത്? ഇമാജിനേഷനിൽ ഇങ്ങനെ കാണുകയാണല്ലോ. ലാസ്റ്റ് സ്റ്റാൻസയിലാണ് ഇതിൻ്റെ കോർ പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നത്. ടിൽ വിത്ത് എ സഡൻ ഷാർപ്പ് ഹോട്ട് സ്റ്റിംഗ് ഓഫ് ഫോക്സ് ഇറ്റ് എൻറ്റേഴ്സ് ദ ഡാർക്ക് ഹോൾ ഓഫ് ദ ഹെഡ്. ടിൽ, അതുവരേക്കും, ഏതുവരെ? വിത്ത് എ സഡൻ ഷാർപ്പ് ഹോട്ട് സ്റ്റിംഗ് ഓഫ് ഫോക്സ്. ഫോക്സിൻ്റെ സ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗന്ധം, മണം. അതെങ്ങനെയാണ്? സഡനാണ്, ഷാർപ്പാണ്, ഹോട്ടാണ്.
അല്ലേ? വളരെ പെട്ടെന്ന് ഈ ഷാർപ്പായ ഈ ഒരു മണം, വളരെ ഹോട്ടായ ഷാർപ്പായ ഒരു മണം വളരെ കൂർമ്മതയോടെ തൻ്റെ മൂക്കിലേക്ക് പ്രവേശിക്കുന്നതുവരെ ഇറ്റ് എൻറ്റേഴ്സ് ദ ഡാർക്ക് ഹോൾ ഓഫ് ദ ഹെഡ്, എൻ്റെ തലയുടെ ഡാർക്കായ ഹോൾ. ഈ ഡാർക്ക് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? തൻ്റെ ചുറ്റുപാടുള്ള ഇരുട്ടിനെ സൂചിപ്പിക്കുന്നതാണ്. തൻ്റെ തലയുടെ ഇരുട്ടല്ല അത്. തൻ്റെ ചുറ്റുപാടുള്ള ഇരുട്ട് മൂടിയ ഈ സിറ്റുവേഷനിൽ തൻ്റെ ഈ ഡാർക്ക് ഹാളിലേക്ക് എൻ്റർ ചെയ്യുന്നതോട് അതുവരെ, അപ്പോൾ അതുവരെയും ഇദ്ദേഹം ഈ ഫോക്സിനെ കുറിച്ച് അങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ്. പിന്നെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഫുൾ സ്റ്റോപ്പാണ്. നെക്സ്റ്റ് 2 ലൈൻസിൽ എന്താ സംഭവിക്കുന്നത്? ദ വിൻഡോ ഈസ് സ്റ്റാർലെസ് സ്റ്റിൽ. വിൻഡോ ഇപ്പോഴും നക്ഷത്രങ്ങളില്ലാതെ നിൽക്കുന്നു. വിൻഡോയിലൂടെ നോക്കുമ്പോൾ ഇപ്പോഴും നക്ഷത്രങ്ങൾ കാണാനില്ല. ദ ക്ലോക്ക് ടിക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ കവിതയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, പക്ഷെ അവിടെ പ്രയോഗിച്ചത് ദ ലോൺലിനെസ് ഓഫ് ദ ക്ലോക്ക് എന്നാണ്. ക്ലോക്കിൻ്റെ ഏകാന്തത എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ക്ലോക്കിൻ്റെ ടിക് ടിക് മാത്രം കേൾക്കുന്ന നിശബ്ദത, അല്ലേ? അപ്പോൾ ഇവിടെയും ക്ലോക്ക് ടിക്ക് ചെയ്യുന്നു, അതൊന്നും മാറിയിട്ടില്ല. പിന്നെ എന്താണ് മാറിയത്? ദ പേജ് ഈസ് പ്രിൻറ്റഡ്. നേരത്തെ കവിതയുടെ തുടക്കത്തിൽ ബ്ലാങ്കായി കിടന്നിരുന്ന പേജിൽ ഇപ്പോൾ കവിത പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ ഈ കവിത ഇദ്ദേഹത്തിൻ്റെ മറ്റു രചനകളിലെ വളരെ ശ്രദ്ധേയമായ പ്രത്യേകതകൾ പോലെ ഒരു ജീവിയുടെ വളരെ നേരിയ ചലനങ്ങളെ വിശദീകരിക്കുന്ന വളരെ സക്സസ്ഫുള്ളായ ഒരു എഴുത്താണ്. അത് മാത്രമല്ല, ഈ കവിതയെ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഇദ്ദേഹം തുടക്കത്തിൽ ബ്ലാങ്ക് പേജുമായിട്ടിരിക്കുകയും ഒടുവിൽ കവിത എഴുതി തീർക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു കവിയുടെ കാവ്യചോദന വരുന്നത് ഒരു ഫോക്സിനെ പോലെ, ആ ചിന്തയെ, കവിയുടെ മനസ്സിൽ നടക്കുന്ന ആ പ്രോസസ്സിനെ ഒരു ഇരുട്ടിൽ പമ്മി വരുന്ന ഫോക്സിനെ പോലെ, അതിൻ്റെ ഡീപ്പ് സെൻസിനെ പോലെ, ഒബ്സർവേഷനെ പോലെ ഇദ്ദേഹം കമ്പയർ ചെയ്യാണ് ആ ഒരു കവിയുടെ ചിന്തയെ. അപ്പോൾ കാവ്യചോദന വരുന്നത്, കവിയുടെ ആശയങ്ങളും ചിന്തയും വരുന്നത് പമ്മിയാണ്, വളരെ മിസ്റ്റീരിയസ് ആയിട്ടാണ്, വളരെ സഡനായിട്ടാണ്, അപ്രതീക്ഷിതമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വളരെ അപ്രതീക്ഷിതമായ, അതേസമയം ഒരു ഈ ചിന്തയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കവി ഒരുക്കുന്നതുമാണ്. കാരണം അർദ്ധരാത്രിയിൽ കവി പേനയും പേപ്പറും പിടിച്ചിരിക്കുന്നുണ്ട്, കാലിയായ പേജും പിടിച്ചിരിക്കുകയാണ്, ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എണീറ്റ് എഴുതുകയല്ല. അപ്പോൾ കവി ഒരു ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിക്കുകയും ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മിസ്റ്റീരിയസ് ആയ, വളരെ സഡനായി, വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് എത്തിപ്പെടുന്ന ഒരു പമ്മി വരുന്ന കുറുക്കനെ പോലെയാണ് കാവ്യചോദന എന്ന ആശയം കൂടെയാണ് ഈ കവിതയിൽ ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അതിഗംഭീരമായ ഒരു ആശയത്തെ വളരെ വ്യത്യസ്തമായ ഒരു നിരീക്ഷണ പാടവത്തോടുകൂടി അവതരിപ്പിക്കുന്ന സുന്ദരമായ ഒരു കവിതയാണ് തോട്ട് ഫോക്സ്. ഓക്കെ, താങ്ക് യു.